തിരിച്ചുവരവ്. പ്രിയ പിതാവേ, അങ്ങയെ പരിചയപ്പെടുത്താൻ വാക്കുകൾക്ക് അധികം പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അങ്ങ് ഈ നാടിന് അന്യനല്ല. ഈ നാടിന്റെ ഹൃദയമെടുപ്പിന്റെ ഭാഗമാണ്. കാലം എത്ര കടന്നുപോയാലും അങ്ങ് നടന്ന വഴികളും പങ്കുവച്ച സ്നേഹവും നൽകിയ കരുതലും ഇന്നും ഈ മണ്ണിന്റെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു. ഈ നാടിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും ആദരവോടെ സൂക്ഷിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അങ്ങ്. അങ്ങയുടെ ഓരോ ഉയർച്ചയും ഈ നാടിന്റെ അഭിമാനവും സന്തോഷവുമാണ്. സെന്റ് ആന്റണീസ് മാളവള്ളിപ്പുറം എന്ന ഈ അക്ഷരമുറ്റം അങ്ങയെ വീണ്ടും വരവേൽക്കുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവും അനുഭവിക്കുകയാണ്. സ്നേഹവും ഇവിടെ ഇന്ന് വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച PTA-കാർക്കും നമ്മുടെ ഇവിടുത്തെ വികാരി പോൾ തോമസിനും HBSS ശ്രീമ ടീച്ചറിനും മറ്റു ടീച്ചേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അലോഷി മാസ്റ്റർക്ക് നവതി ആഘോഷിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുകയാണ്. ഇനിയും ദീർഘായുഷോടുകൂടി ധാരാളം വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ് നൽകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മക്കളെയും മക്കളുടെ മക്കളെയും അതിന്റെ മക്കളെയും എല്ലാം കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് എന്തുണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ കൂടുതൽ മക്കളെ കാണുവാൻ അദ്ദേഹത്തിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇതിനെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതല്ല, അവരെ വീട്ടിലിരുത്തിയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് പ്രത്യേകിച്ച് മലയാളവും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ പഠിപ്പിക്കുന്നവയ്ക്ക് അവരെവിടെ ചെന്നാലും ഒരിക്കലും തോൽവി അറിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ, മലയാളം മാത്രം പഠിച്ചാൽ പോരാ, ഇംഗ്ലീഷും മലയാളവും പഠിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്കൂളിലും ഉണ്ടാകണം. അതിന്റെ ഫലമെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പൗരന്മാരായിട്ട് വളരുകയും ഏറ്റവും നല്ല ജോലി സമ്പാദിക്കാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷും മലയാളവും ഞങ്ങൾ പഠിപ്പിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ പരിപാടികൾ ആസൂത്രണം ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വളരെ കാലമായി ഞാനിവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട്, അപ്പോൾ ഇങ്ങനെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടാകാനില്ലാന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ ഈ പരിപാടിക്ക് വരാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പള്ളിയിൽ വരും, പള്ളിയിൽ നിന്ന് പോകും. സ്കൂളിൽ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലൊരു പരിപാടിക്കൂടെ വിളിച്ചു. അന്ന് വന്നപ്പോ 4-3-7 ആളുണ്ടായിരുന്നു. അതോടുകൂടി ആ പരിപാടി അങ്ങനെ ആയിപ്പോയി. പിന്നെ അതേസമയം ഇന്ന് വളരെ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് കോളേജിനും ശ്രീമ ടീച്ചറിനും അലോഷി മാസ്റ്ററിനും അവരുടെ മക്കൾക്കൊക്കെ ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു. PTA-ക്ക് പ്രത്യേകമായിട്ട് ബൈജു വളരെ സജീവമാണ്. ഇവിടുത്തെ വാർത്തകളൊക്കെ ഞാൻ ഇവിടുത്തെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതെ, ഓൾ സ്റ്റുഡൻസ് യൂണിയൻ അസോസിയേഷൻ. അതിലൂടെ ഇവിടുത്തെ വാർത്തകളെല്ലാം ബൈജു നമ്മളെ അറിയിക്കാറുണ്ട്. ഞാൻ അതിനകത്തൊരു അംഗമാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവിടെ നല്ലൊരു പാർക്ക് അലോഷ്യവാസികളുണ്ടാക്കി. ഈ പാർക്കിലേക്ക് ഇടാൻ എന്തെങ്കിലും വേണമെങ്കിൽ ശ്രീമ ടീച്ചറിന് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വെള്ളം